പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം പ്രതികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുമെന്ന് കുടുംബം വ്യക്തമാക്കി. അതേസമയം ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിടണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 5 പ്രതികൾക്ക് കഴിഞ്ഞ ദിവസമാണ് പരോൾ അനുവദിച്ചത്. 5 പ്രതികൾക്ക് കൂടി വീണ്ടും പരോൾ അനുവദിക്കാനുള്ള നടപടിയുണ്ട്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് ശരത് ലാലിൻ്റെ വീട്ടിലാണ്. ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ തന്നെ ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. ഇപ്പോൾ കൂട്ടപ്പരോളാണ്. നേരത്തെ കുടുംബം വലിയ തോതിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. എന്താണിപ്പോൾ UDF സർക്കാർ വന്നതോടുകൂടി കുടുംബത്തിന് ആവശ്യപ്പെടാനുള്ളത്? നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുപോലുള്ള അനധികൃതമായി പരോൾ നൽകുന്നതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കും. അതുപോലെ ഇനി അത് ഇത്തരം അനീതി പ്രവർത്തിക്കാൻ പാടില്ല. അപ്പം മുൻ സർക്കാരുകൾ ചെയ്തു കൂട്ടിയതിനെതിരെ നമ്മൾ ശക്തമായൊരു നിലപാട് ഉറച്ചാണ് പോകുന്നത്. കൂടാതെ നമ്മളൊരു പുനരന്വേഷണം, ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയ ഒരു 3-4 പേര് ഇപ്പോഴും ഇവിടെ പരസ്യം നടക്കുന്നുണ്ട്. അവർക്കെതിരെ ഒരു പുനരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ജയിലിൽ ഇവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പരോൾ പോലുള്ള കാര്യങ്ങൾ കിട്ടും പോലെ തന്നെ ജയിലിൽ അവർക്ക് സുഖവാസമാണ്. എല്ലാ ഫോണുകളും കാര്യങ്ങളും മൊത്തത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ CPM സർക്കാർ. പിണറായി വിജയൻ ചെയ്ത ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് പരമസുഖമാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തടക്കം നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അതുപോലെ ഇവർക്ക് ഒരു പ്രയാസം വരാതെ കണ്ടുള്ള രീതിക്ക് അവരെ സംരക്ഷിച്ചു പോകുന്ന സർക്കാരായിരുന്നു മുൻ സർക്കാരുകൾ. അപ്പോൾ അവർക്കുള്ള ഈ സൗകര്യങ്ങളൊക്കെ ജയിലിൽ നിന്നും പുള്ളികൾക്ക് ക്രിമിനലുകൾക്ക് ഇവർക്കെല്ലാം കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ജയിലിൽ അതിൻ്റേതായ രീതിക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ഉപദേശക സമിതി ആൾക്കാരെ അവിടെ നിയമിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഇവർക്ക് ഈ ക്രിമിനലുകൾക്ക് ശമ്പളം കൂട്ടിയത് ഒഴിവാക്കാൻ, അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്ന് ഇവർ അതിസുരക്ഷാ ജയിലിലേക്ക്, തൃശ്ശൂർ അതിസുരക്ഷാ ജയിലിലേക്ക് ജയിൽ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകം പുതിയ സർക്കാർ വന്നതുകൊണ്ട് VD സതീശൻ സർക്കാർ പുതിയ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് നമ്മൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും. അതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവരുടെയും കണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തും. എന്തായാലും അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ജയിലിൽ VIP പരിഗണന ലഭിക്കുന്നു, അതോടൊപ്പം പരോൾ യഥേഷ്ടം ലഭിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു നടപടി ഉണ്ടാകണം. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് പുനരന്വേഷണം എന്നുള്ളത്. ഈ ഒരു പുനരന്വേഷണം സംബന്ധിച്ച ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. നമ്മോടൊപ്പം DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കൂടി ചേരുകയാണ്. പ്രദീപ്, ഇപ്പോൾ എല്ലാ പ്രതികൾക്കും പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഈ പുതിയ സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് LDF സർക്കാരിൻ്റെ അവസാന സമയത്താണ് ഈ പ്രതികൾക്ക് കൂട്ട പരോൾ കൊടുക്കാൻ ആവശ്യമായ ഒരു സമീപനമുണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് പരോൾ കിട്ടിയത് എന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള പോലീസുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള അന്വേഷണവും കോടതിയോ സർക്കാരോ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ ഇവർക്ക് പരോൾ കിട്ടി എന്ന് പറയുമ്പോൾ കോടതി മുഖാന്തരമാണ് ഇവർക്ക് പരോൾ കിട്ടിയതെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും കോടതിയിൽ ഏതൊരു കാര്യത്തിനും അപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കുക എന്ന കീഴ്വഴക്കം നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ജയിൽ ഉപദേശക സമിതിയിൽ ജയരാജൻ ഉൾപ്പെടെയുള്ള CPMന്റെ കൊടും കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇപ്പോഴും അതിൻ്റെ തലപ്പത്തുള്ളത്. അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിട്ട് അതിനകത്ത് സത്യസന്ധമായി നീതിയുക്തമായി നിലപാടെടുക്കാൻ കഴിയുന്ന ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ്. വഴിവിട്ട് നിയമവിരുദ്ധമായി കല്യോട്ട് കേസിനകത്ത് ഇടപെട്ടിട്ടുള്ള ആളുകൾ, അത് കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്ന കാര്യത്തിലായാലും നിലപാടെടുത്ത് അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടെടുത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ആയാലും മറ്റേത് തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും അവർക്കെതിരെയുള്ള ശക്തമായ നിലപാട് പുതിയ ഗവൺമെൻറ് ഭാഗത്ത് UDF ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകും. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയ്ക്കൊക്കെ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സജീവമായി ഇടപെട്ട ആളാണ് VD സതീശൻ, അതോടൊപ്പം രമേശ് ചെന്നിത്തലയും. ഏതായാലും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇവർ ആയ സ്ഥിതിക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വൈകാതെ തന്നെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്നും പ്രതീക്ഷിക്കാം. കല്യോട്ട് നിന്നും KV ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.